ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമ്മുടെ ഇന്നത്തെ വീഡിയോ കിച്ചൺ വേസ്റ്റ് കൊണ്ട് നമുക്ക് കമ്പോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിച്ചൺ വേസ്റ്റ് കൊണ്ട് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ ഉള്ളൊരു വീഡിയോ ഇടുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ വലിച്ചെറിയപ്പെടുന്ന വേസ്റ്റില്ലേ, കിച്ചണിൽ നിന്ന് വലിച്ചെറിയപ്പെടുന്ന വേസ്റ്റിൽ എത്രമാത്രം ഗുണങ്ങളുണ്ടെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് പിന്നെ വലിച്ചെറിയില്ല. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ മുറ്റത്തും പറമ്പിലും നടുന്ന പച്ചക്കറികളൊക്കെ ഇല്ലേ, അപ്പോൾ അതിനൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഒരിക്കലും വളം വാങ്ങിക്കൊണ്ടിടേണ്ട ആവശ്യമില്ല. നമ്മൾ വീട്ടിൽ തന്നെ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കി എല്ലാ ചെടികൾക്കും പച്ചക്കറികൾക്കും ഇടാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഒരിക്കലും വളം വാങ്ങുകയൊന്നുമില്ല. നമ്മൾ വീട്ടിൽ തന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ തന്നെ ശ്രമിക്കും, ഞാൻ പറയുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട്, കിച്ചൺ വേസ്റ്റ് കൊണ്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ആദ്യമായിട്ട് വേണ്ടത് നമുക്കൊരു പാത്രമാണ്. ഞാനിവിടെ ഒരു ചെറിയ പാത്രത്തിലാണ്, കാരണം ഒറ്റ ദിവസം കൊണ്ട് ചെയ്യുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വലിയ പാത്രമോ ചെറിയ പാത്രമോ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്നത്തേതും മാത്രം വേസ്റ്റ് വെച്ചിട്ട്, കിച്ചൺ വേസ്റ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ ഹോളൊക്കെ ഇട്ടിട്ട് എല്ലാ സൈഡിലും ഉണ്ട്, താഴെയും സൈഡിലും ഒക്കെ ആയിട്ട് ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഒരു പാത്രമാണ് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത്. പിന്നീട് നമുക്ക് കാണാം, നമ്മുടെ കിച്ചണിലെ വേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. മുട്ടത്തോടുണ്ട്, ഓറഞ്ചിൻ്റെ തൊലി, സവാളയുടെ തൊലി, വെളുത്തുള്ളി തൊലി, പഴത്തിൻ്റെ തൊലി. പിന്നെ ഇത് ഇന്നലത്തെ വേസ്റ്റാണ്. ഇത് കഴിഞ്ഞ ദിവസത്തെ വേസ്റ്റ്, അതും ഒക്കെ സെയിം സാധനങ്ങൾ തന്നെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ കിച്ചണിൽ പച്ചക്കറി അരിയുന്നത്, അതിൻ്റെ തൊലി, അത് പഴത്തൊലി, മുട്ട, എന്തൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇന്നത്തേതുമായിട്ട് ഉള്ള വേസ്റ്റാണ് ഇത്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഗാർഡൻ സോയിലാണ്, നമ്മൾ ചെടിയൊക്കെ ഉണ്ടാക്കുന്ന അതേ മണ്ണ്. പിന്നെ പച്ചിലയുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പച്ചില എടുക്കാം. കുറച്ച് ഉണങ്ങിയില എടുത്തിട്ടുണ്ട്. ഉണങ്ങിയില, പച്ചിലയൊക്കെ നല്ലതാണ്. നമ്മുടെ അടുത്തുണ്ടെങ്കിൽ മാത്രം അതെടുത്താൽ മതി, അല്ലെങ്കിൽ കിച്ചൺ വേസ്റ്റ് മാത്രം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കമ്പോസ്റ്റാണ്. ഇത് നമ്മൾ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കമ്പോസ്റ്റ് എല്ലാം നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഒരുപാട് നാളിരിക്കാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് വേണ്ടത്, ഇത് കുറച്ച് നമ്മുടെ പച്ച ചാണകം കലക്കിയ വെള്ളമാണ്. പച്ച ചാണകം കലക്കിയ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ, പച്ച ചാണകം നമ്മുടെ അടുത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തൈര് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം പച്ചച്ചാണകം കലക്കിയതോ തൈരോ എന്തെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം. അതിൻ്റെ അടിയിൽ കുറച്ച് ഉണങ്ങിയ കരിയില, അതാണ് ഞാൻ ആദ്യമേന്ന് ഇട്ട് കൊടുക്കുന്നത്. കുറച്ചിട്ട് കൊടുത്താൽ മതി. പിന്നീട് നമ്മുടെ ഗാർഡൻ സോയിൽ, അതായത് നമ്മുടെ മണ്ണ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഒരു ലെയർ ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇടണമെന്നില്ല, ഒരു ലെയർ നമ്മൾ. ഇനി ഞാൻ നമ്മുടെ കിച്ചണിൽ നിന്ന് എടുത്തിരിക്കുന്ന വേസ്റ്റ്, അത് എല്ലാം ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷമാണ് അത് എടുത്തിരിക്കുന്നത്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് പച്ചില ഇട്ട് കൊടുത്തു. കണ്ടോ, കുറച്ച് പച്ചില, അത്ര നിർബന്ധമൊന്നുമില്ല, പച്ചില ഇടണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. അപ്പോൾ പച്ചില ഇട്ട് കൊടുത്തു. ഈ പച്ചില കീടങ്ങളെയൊക്കെ നശിപ്പിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ വേണ്ട. പിന്നെ അതിന് മുകളിലായിട്ടാണ് ഇനി നമ്മുടെ മണ്ണ്, ചെടി നടുന്ന മണ്ണ്, അതായത് നമ്മുടെ ഗാർഡൻ സോയിലാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ ഒരു ലെയർ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞാൽ കിച്ചൺ വേസ്റ്റ് ഇട്ട് കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇപ്പം കിച്ചൺ വേസ്റ്റ് എൻ്റെ അടുത്ത് 2 പാത്രത്തിലുണ്ട്. ഞാനതുകൊണ്ട് ഈ ഒരു ലെയർ ഇട്ടതിന് ശേഷം വീണ്ടും അതിന് മുകളിൽ മണ്ണൊക്കെ ഇട്ടിട്ട് അടുത്ത വേസ്റ്റ് പിന്നീടാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഒന്നിച്ച് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം, അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. കിച്ചൺ വേസ്റ്റ് മുഴുവൻ ആദ്യം ഇട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ മണ്ണിട്ട് കൊടുത്താലും യാതൊരു കുഴപ്പവുമില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ അതിട്ട് കൊടുത്തു. അതിന് മുകളിൽ വീണ്ടും കുറച്ച് പച്ചിലകളൂടെ ഇട്ട് കൊടുക്കുകയാണ്.
നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കുന്നത് കൊണ്ട് ന്യൂട്രിയൻസ് ധാരാളം അടങ്ങിയ കമ്പോസ്റ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇങ്ങനെയൊന്ന് മുറിച്ച് കൊടുത്താൽ ഫാസ്റ്റായി നമ്മുടെ കമ്പോസ്റ്റ് റെഡിയായിട്ട് കിട്ടും. ഈ പഴത്തൊലിയിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ചെറിയ അളവിൽ നൈട്രജനും ഫോസ്ഫറസും മഗ്നീഷ്യവും എല്ലാം അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കിച്ചൺ വേസ്റ്റിൽ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. അത് കാരണം നമ്മുടെ ചെടികൾക്ക് പെട്ടെന്നാണിത് ഒരു ഗ്രോത്ത് ഉണ്ടാകുന്നത്. നമുക്കിനി ഓറഞ്ചിൻ്റെ തൊലി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം പെട്ടെന്നാണ് ഇത് നമ്മുടെ മണ്ണുമായിട്ട് യോജിച്ച് വരുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ പീലെല്ലാം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ഈ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ഈ കമ്പോസ്റ്റിന് നല്ലൊരു സ്മെല്ലാണ് കിട്ടുന്നത്. അത് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുമല്ലോ, ആ സമയത്തൊക്കെ നല്ല സ്മെല്ലാണ് ഉണ്ടാകാറുള്ളത്. അത് കാരണം ഞാൻ എപ്പോഴും ഓറഞ്ചിൻ്റെ തൊലി ഇട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ മുട്ടയുടെ തോടും നന്നായിട്ട് നമുക്ക് പൊടിച്ചു കൊടുക്കാം. മുട്ടത്തോടിൽ ധാരാളം കാൽസ്യത്തിൻ്റെ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളതിനാൽ നമ്മളുടെ പ്ലാന്റിന് നല്ല സ്ട്രോങ് ആയിട്ടാണ് അത് വളരുക. നമ്മുടെ പ്ലാന്റ് ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വേസ്റ്റ് നമുക്ക് ആദ്യം നമ്മൾ പച്ചില ഇട്ട് വെച്ചിരുന്നല്ലോ, അതിൻ്റെ മുകളിലേക്ക് ഇട്ട് ഒന്ന് അമക്കി കൊടുക്കാം. പൂർണ്ണമായിട്ട് നമുക്കത് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ വേസ്റ്റുകളെല്ലാം, കിച്ചൺ വേസ്റ്റുകളെല്ലാം നമ്മൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലെയർ ഉണങ്ങിയ കരിയില ഇട്ട് കൊടുക്കാം. ഈ കരിയില ഞാൻ ഗാർഡനിൽ നിന്ന് തന്നെ പെറുക്കിയെടുത്തതാണ്. നമ്മുടെ ഗാർഡനിൽ ഒരുപാട് ഇലകൾ കൊഴിഞ്ഞ് തറയിൽ വീണ് കിടക്കുമല്ലോ. അപ്പോൾ നമ്മൾ കരിയില ഇടുന്ന സമയത്ത് വലിയ കരിയില, ഉണങ്ങിയ കരിയില ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ ചെറിയ ഇലകൾ നോക്കിയിട്ട് നമുക്ക് എടുത്തു കൊണ്ടുവന്ന് കമ്പോസ്റ്റിനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. വലിയ ഇലകൾ, എല്ലാ ഇലകളും പെട്ടെന്ന് ദ്രവിക്കുന്നതായിരിക്കില്ല. ഇത് പെട്ടെന്ന് ദ്രവിക്കുന്നത് കൊണ്ടാണ് ചെറിയ ഇല ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് ഗാർഡൻ സോയിൽ ഒരു ലെയർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഗാർഡൻ സോയിൽ ഇടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇതിനുള്ള ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാകില്ലേ, അതൊക്കെ ഒഴിവായിട്ട് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് കമ്പോസ്റ്റിംഗ് പ്രോസസ്സ് നടക്കും. അപ്പോൾ അതിന് ഗാർഡൻ സോയിൽ നമുക്ക് ഇടുന്നത് വളരെ നന്നായിരിക്കും. ഇനിയും നമ്മൾ നേരത്തെ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന കമ്പോസ്റ്റ്, നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കമ്പോസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ, അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ്, നമ്മൾ സാധാരണ ഒരുപാട് 2-3 മാസമൊക്കെ എടുക്കുന്നതിന് പകരം ഇത് ഒരു 1.5 മാസം അല്ലെങ്കിൽ ഒരു 2 മാസം കൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമ്മുടെ കമ്പോസ്റ്റ് റെഡിയായിട്ട് കിട്ടും. അപ്പം ഇതില്ലാത്തവർ ഇത് ചെയ്യണമെന്നില്ല. നമ്മൾ ഗാർഡൻ സോയിലൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രം മതിയായിരിക്കും. ആദ്യമേ ഉണ്ടാക്കുന്നവരുടെ കയ്യിൽ ഇത് കാണില്ലല്ലോ. അപ്പോൾ ഇത് ഇടുന്നതും വളരെ നന്നായിട്ടും വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമ്മുടെ കമ്പോസ്റ്റ് നമുക്ക് റെഡിയായിട്ട് കിട്ടും. ഇനി ഇതുപോലെ ഇതൊന്ന് നന്നായിട്ട് അമക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം വളരെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും. ഇനി നമ്മൾ ഇത് ചാണകപ്പാൽ, അതായത് ചാണകം കലക്കി വെച്ചിരിക്കുന്നതിൻ്റെ തെളിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ഇല്ലെന്നുണ്ടെങ്കിൽ തൈര്, 1-2 സ്പൂൺ തൈര് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ചാണകപ്പാൽ ഇവിടെ ഉള്ളതുകൊണ്ട് ഞാനതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ തൈരൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നതിന് കാരണം ഫംഗൽ ഡിസീസിൽ നിന്ന് നമ്മുടെ പ്ലാന്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ തൈരിന് കഴിയും. അപ്പോൾ തൈര് ആയിരിക്കും എല്ലാവരുടെ ഇടത്തും കൂടുതലായിട്ടുള്ളത്. ചാണകം എല്ലായിടത്തും ഫ്ലാറ്റുകളിലൊന്നും കാണുകയില്ല. അപ്പം നമ്മൾ തൈര് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഇത്രേ ഇതിൽ നിറയ്ക്കുന്നുള്ളൂ. കാരണം നമ്മൾ വലിയ പാത്രമല്ലല്ലോ, ചെറിയ പാത്രത്തിലാണ്. ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ വലിയൊരു പാത്രത്തിൽ കമ്പോസ്റ്റ് തയ്യാറാക്കുന്നതും ഇങ്ങനെ തന്നെയാണ്. അതാകുമ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു വെക്കുക ഒരു ദിവസം. ഇനി അടുത്ത ദിവസം ഇങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഇതിനുള്ളിലേക്ക് വീണ്ടും നമ്മൾ 2ാമത്തെ ദിവസം കൊണ്ടിടാം. ഇതിപ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു കമ്പ് എന്തെങ്കിലും ഇട്ടിട്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. 2 ആഴ്ച കൂടുമ്പോൾ മാത്രം അത് ചെയ്താൽ മതി. അപ്പം വലിയ പാത്രത്തിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. അപ്പോൾ കുറച്ച് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ചെറിയ പാത്രത്തിൽ എടുത്തിട്ട് ചെയ്യുക. പക്ഷെ കഴിയുമ്പോൾ നമ്മളിതൊന്ന് ഇളക്കാനായിട്ട് എടുക്കുമല്ലോ, ആ സമയത്ത് ഇത് ഡ്രൈ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളമോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ചാണകം കലക്കിയ വെള്ളമോ എന്തെങ്കിലും കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഡ്രൈ ആയെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഷെയ്ഡിനടിയിൽ വേണം നമ്മളിത് വെച്ച് കൊടുക്കാനായിട്ട്. വെയിലത്ത് എന്തായാലും വയ്ക്കേണ്ട. ഷെയ്ഡിനടിയിൽ നമ്മൾ എന്തെങ്കിലും കൊണ്ട് അടച്ച് വയ്ക്കുക. അതുപോലെ തന്നെ അടിയിൽ നമ്മളൊരു പാത്രം വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും.
അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നതാണ് ഒരു പാത്രമാണിത്. ഇതൊരു പെയിൻറ്റിൻ്റെ വലിയ ബക്കറ്റാണ്. ഇതിലും ഹോളൊക്കെ ഇട്ട് നമ്മൾ നേരത്തെ കൊടുത്തിട്ട് ഇതിൽ ഞാൻ നിറച്ച് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയിരുന്നതാണ്. അതിൽ നിന്നത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ കുറച്ച് കമ്പോസ്റ്റ് ഞാൻ കാണിച്ചിരുന്നില്ലേ ആദ്യം, അത്. അപ്പോൾ സെയിം മെത്തേഡ് തന്നെയാണ്. ഇങ്ങനെ ഇതിൽ വലിയ പാത്രത്തിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസത്തേത് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസം നമുക്കുള്ള കിച്ചൺ വേസ്റ്റ് നമ്മൾ അതിന് മുകളിൽ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഈ ചെറിയ പാത്രത്തിൽ കാണിച്ച അതേ മെത്തേഡ് തന്നെ മുകളിലോട്ട് നമ്മുടെ ഈ പാത്രം, വലിയ പാത്രം നിറയുന്നത് വരെയും നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതാ ഈസി ആയിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക. ചെറിയ പാത്രത്തിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം, വലിയ പാത്രത്തിലാണെങ്കിൽ കുറേ ദിവസത്തെ വേസ്റ്റുകൾ നമുക്ക് കൊള്ളും. അപ്പോൾ എല്ലാം നമ്മുടെ സൗകര്യാർത്ഥം നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ തൈരിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ. തൈര് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് നമുക്ക് ഡയറക്റ്റ് ചെടിയിൽ ഒഴിക്കുന്നതും വളരെ നന്നായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കമ്പോസ്റ്റ്, നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഇതുപോലെ അടിയിലൊരു പാത്രം വെച്ചിട്ട് മുകളിലൊരു പാത്രം കൊണ്ട് അടച്ചു കൊടുക്കുക. അടിയിലൊരു പാത്രം വെച്ചിരിക്കുന്നത് കാരണം കുറച്ച് ദിവസമാകുമ്പോൾ ഇതിൻ്റെ ഈ വേസ്റ്റിൻ്റെയൊക്കെ ജ്യൂസൊക്കെ ഇറങ്ങി ചിലപ്പോൾ നമ്മുടെ അടിയിൽ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് ആ വേസ്റ്റ്, ആ വെള്ളം എടുത്ത് നമുക്ക് ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഹോളിൽ കൂടെ ഇത് നമ്മുടെ അടിയിൽ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് അധികത്തിലുള്ള വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴേക്ക് വരാറുണ്ട്. അപ്പോൾ അത് വളരെ ഒരു നല്ല വളമാണ്. ഇതിന് മുമ്പ് ഞാൻ ചെയ്തിരിക്കുന്ന ഒരു കമ്പോസ്റ്റാണിത്. ഇതിപ്പോൾ ഏകദേശമായിട്ടുണ്ട്. ഇതൊരു 40 ദിവസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത് റെഡിയാക്കിയിട്ട്. ഇനിയും ഒരു 10-15 ദിവസം കൂടി ഇരിക്കുമ്പോഴത്തേക്ക് നല്ലതായിട്ട് തന്നെ അത് കമ്പോസ്റ്റ് റെഡിയായി കിട്ടുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഏകദേശം ഞാനൊരു 70 ദിവസത്തിൽ കൂടുതൽ വയ്ക്കാറില്ല. അപ്പോഴത്തേക്കും കമ്പോസ്റ്റ് റെഡിയായി കിട്ടാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ്. അത് നമ്മൾ അടച്ച് വയ്ക്കാൻ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഷെയ്ഡിനടിയിലാണ് ഇത് വെക്കേണ്ടതും. അപ്പോൾ ഇവിടെ എനിക്ക് മറ്റൊരു പാത്രത്തിൽ റെഡിയായ ഒരു കമ്പോസ്റ്റ് ഉണ്ട്. ഇതിപ്പോൾ റെഡിയായിരിക്കുന്നതാണ്. ഇത് എല്ലാം തയ്യാറായിരിക്കുന്ന കമ്പോസ്റ്റാണ്. ഇത് നമ്മൾ എടുത്തു കഴിയുമ്പോൾ കുറച്ച് സമയത്ത്, അതായത് 1-2 ദിവസം വെയിലത്ത് ഇങ്ങനെ ഇട്ടൊന്ന് നിരത്തിയിടുന്നത് വളരെ നന്നായിരിക്കും. ഇതിപ്പോൾ പൂർണ്ണമായിട്ടും ഒരു 65 ദിവസമൊക്കെ ആയതാണ് ഇത്. അങ്ങനെ 2-3 പാത്രങ്ങളിലായിട്ട് നമുക്ക് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം തീരുമ്പോഴേക്ക്, ഒരെണ്ണത്തിൻ്റെ പ്രവർത്തനം എല്ലാം കഴിയുമ്പോഴത്തേക്കും അടുത്ത പാത്രത്തിൽ നമുക്ക് റെഡിയാക്കിക്കൊണ്ടിരുന്ന നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിൽ കമ്പോസ്റ്റ് വളം ഉണ്ടായിരിക്കും. ഇതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കമ്പോസ്റ്റാണ്. 1-2 ബക്കറ്റുകളിലായിട്ടാണ് ഇവിടെ ഇതിന് മുമ്പ് ചെയ്തിരിക്കുന്നതാണ് ഇതൊക്കെ. ഇതും റെഡിയായിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കിച്ചൺ വേസ്റ്റ് ഒന്നും കളയാതെ തന്നെ നമുക്ക് പല പാത്രങ്ങളിലായിട്ട് നമുക്ക് റെഡിയാക്കി വെക്കാം. നമ്മുടെ ചെടികൾക്കും നമ്മുടെ പച്ചക്കറികൾക്കും ഒക്കെ ഇത് ഉപയോഗിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.